കഴുങ്ങിന്റെ മുകളിൽ കയറാതെ താഴെ നിന്നുകൊണ്ട് തന്നെ കഴുങ്ങിന്റെ മുകളിലുള്ള അടക്ക പറിക്കുന്ന ഒരു മെഷീനാണ്. നമ്മൾ ജസ്റ്റ് താഴെ നിന്നുകൊണ്ട് ഈ കയറ് വലിച്ചു കഴിഞ്ഞാൽ മെഷീൻ മുകളിൽ പോകും, അടക്ക പറിച്ച് താഴെ വരും. വളരെ സിമ്പിൾ ആയിട്ട് വെറും 5 മിനിറ്റ് കൊണ്ട് ഒരു കഴുങ്ങിന്റെ മുകളിലുള്ള അടക്ക പറിച്ചെടുക്കാൻ പറ്റും. എത്ര ഹൈറ്റ് ഉള്ള കഴുങ്ങാണെന്നുണ്ടെങ്കിലും നമ്മൾ ഹൈറ്റിനനുസരിച്ച് കയറിന്റെ നീളം കൂട്ടേ വേണുള്ളൂ. ഇതിന്റെ ഈ പാർട്ട് നേരെ പൊക്കി വെക്കാം. ഈ മുകളിലത്തെ ഈ റിങ് പുറത്തു കൂടെ റിങ് ഇട്ട് കൊടുക്കാം. റിങ് ഇട്ട് കൊടുക്കാം. ഒരു ചെറിയ ഗ്യാപ്പ് ഇവിടെ വെക്കാം. രണ്ട് ഭാഗത്തും കഴുങ്ങിന്റെ വണ്ണത്തിനനുസരിച്ച് ലോക്ക് ചെയ്ത് കൊടുക്കാം. ലോക്ക് ചെയ്ത് കൊടുക്കാം. ചെറിയൊരു ഗ്യാപ്പ് ഇട്ട് കൊടുക്കാം. ചെറിയൊരു ഗ്യാപ്പ് മതി. മഴക്കാലത്താണ് വലിയ ഗ്യാപ്പ് വേണ്ട. ഇത് കഴുങ്ങിന്റെ വണ്ണം നോക്കിയിട്ട് ഈ ബോള് ഒരു ചെറിയ പിടുത്തല്ലേ, ഒരു 3-4 ബോൾ ടൈറ്റ് ആക്കിടാം. മുകളിൽ വണ്ണം കുറവാണെങ്കിൽ വണ്ണത്തിനനുസരിച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം അല്ലേ. അതിനുശേഷം മിറ്റം പൊക്കി വെച്ചിട്ട് ഈ അടിയിലത്തെ പാർട്ട് ഉണ്ടല്ലോ ഇതിങ്ങനെ പ്രസ് ചെയ്ത് പിടിക്കാം. ഇങ്ങനെ പ്രസ് ചെയ്ത് പിടിച്ചിട്ട് ഈ ഉരുണ്ട ചക്രമുള്ള ഭാഗം ഇതേ രീതിയിൽ മുകളിൽ ചെയ്ത് അതേപോലെ തന്നെ. ഇതിന് അത്ര ലൂസ് ഇടണ്ട, ഒരു മീഡിയം ഫിറ്റ് ആക്കി വെക്കാം. വീല് ടൈറ്റ് ചെയ്ത് നിൽക്കണം. ടൈറ്റ് ആക്കിയിട്ട് ഇതേ രീതിയിൽ ലോക്ക് ഇട്ട് കൊടുക്കാം. രണ്ട് ഭാഗം അപ്പുറത്ത് ലോക്ക് ഇട്ട് കൊടുക്കാം അല്ലേ. അതായത് ഇങ്ങനെ ടൈറ്റ് ആയി വലിക്കുമ്പോ കയറണം. ടൈറ്റായി വലിക്കുമ്പോൾ ഇത്ര ചെയ്യാനുള്ളൂ അല്ലേ. കേറിക്കോളും മേലക്ക് അല്ലേ. ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വലിച്ചു കൊടുത്താൽ കയറ് ജസ്റ്റ് ഇങ്ങനെ വലിച്ചു കൊടുത്താൽ അല്ലേ. ആള് കയറുന്ന പോലെ കയറി പോയിക്കോളും അല്ലേ. നമ്മൾ വലിക്കുന്നതിന്റെ സ്പീഡിനനുസരിച്ച് എത്ര ഹൈറ്റിൽ വേണമെങ്കിലും കയറും അല്ലേ. മുകളിലെത്തിയില്ലേ. ഇനി കയറ് ജസ്റ്റ് വലിച്ചാൽ മതി. അവിടെ എത്തിയിട്ട് അവിടെ വലിച്ച് ഓക്കെ. കട്ടായില്ലേ. നേരെ റിവേഴ്സ് അല്ലേ. താഴോട്ട് ഇറക്കാം. അതേമാതിരി ഇത് സൈഡിലേ വലിച്ചാല് ഈ കൊല ചുറ്റുവട്ടം കറക്കാം. നമ്മളെ ചുറ്റുവട്ടുള്ള കൊല ഏത് വേണമെങ്കിലും പറിച്ചെടുക്കാം. എങ്ങനെ? ഒറ്റതിൽ തന്നെ 2-3 പറിക്കാം. മൊത്തം പറിച്ചെടുക്കാൻ പറ്റൂല്ലേ. താഴെ ഇറങ്ങി വരും അല്ലേ. എത്ര ഉയരുണ്ടെങ്കിലും ഇനി ആള് കയറാൻ ബുദ്ധിമുട്ടുള്ള കഴുകാണെങ്കിലും കയറിന്റെ ലെങ്ത് ഉണ്ടായാൽ മതി അല്ലേ. കയറ് ലെങ്ത് മാത്രം കൊടുക്കാം. ഇത് പെട്ടെന്ന് കഴിയും. ഒരാള് കയറുന്നത് ആള് കയറാൻ പറ്റാത്ത കവുങ്ങിനും പെട്ടെന്ന് കയറിപ്പോയി പറിച്ചു വരും അല്ലേ. ഇതും അതേപോലെ തന്നെ മുകളിൽ ഈ പാർട്ട് ഈ കപ്പിന്റെ പാർട്ട് പൊക്കി വെക്കുക. കപ്പി ജസ്റ്റ് ഒന്ന് പൊക്കി കൊടുക്കാം. പൊക്കി കൊടുക്കാം. ജസ്റ്റ് ഈ റിങ് 2 ഹോളിലും ഇടാം. മുകളിലത്തെ ലോക്ക് ഇടാം. ചെറിയൊരു ഗ്യാപ്പ് അത് നേരെ കയറി പോകാനായിട്ടല്ലേ. നേരെ കയറി പോകാനായിട്ട് ചെറിയൊരു ഭാഗത്തും ലോക്ക് ഇടാം. ലോക്ക് ഇട്ട് കൊടുക്കാം. ഈ ബോള് കഴുങ്ങിന്റെ വണ്ണം കഴിഞ്ഞിട്ട് 2-3 ബോൾ ടൈറ്റ് ആക്കി വണ്ണത്തിനനുസരിച്ചിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. ഇത് നമുക്ക് ഈ കൊലയുള്ള ഭാഗത്തേക്ക് തന്നെ ആക്കി വെക്കണമെന്നുണ്ടോ? മുകളിൽ വേണേ കറക്കാം. മെഷീനെ കറക്കാൻ പറ്റും. നേരെ വെച്ചിട്ട് വലിച്ചാൽ മതി. അങ്ങനെ ചെയ്യാൻ പറ്റൂല്ലേ. അടിയിലത്തതാ ഈ പാർട്ട് നേരത്തെ രീതിയിൽ തന്നെ ഇതേ രീതി പിടിക്കും. പൊക്കി കൊടുക്കുക. എന്നിട്ട് ഈ ടയർ ഇതേ രീതി ഫിറ്റ് ചെയ്യാം. തിരിച്ചിട്ട് മറിച്ചിട്ട് ഇങ്ങനെ പിടുത്തം കൂടാ. 2 ഭാഗത്തും ലോക്ക് ഇടാം. ഇത്ര ഇതിന്റെ ഫിറ്റിംഗ് വരണുള്ളൂ. അതായത് ഒരു കഴുങ്ങിന്ന് അടുത്ത കഴുങ്ങിക്ക് മാറുമ്പോ ജസ്റ്റ് ഇത്ര വരണുള്ളൂ അല്ലേ. ഇറക്കാനുള്ള ഓക്കെ. ഒന്ന് ഇറക്കാനുള്ളത് ഒന്ന് മേലേക്ക് പോകാനുള്ളത് അല്ലേ. നേരത്തെ ചെയ്ത മാതിരി തന്നെ നമ്മളിങ്ങനെ ജസ്റ്റ് വലിച്ചു ആള് കയറി പോണോ അതേപോലെ തന്നെ പോകാം. ചെറിയ വളവും തിരുവോ അങ്ങനെ തടവ് വരുമ്പോ ഇറക്കി കൊടുക്കാം ഒന്നല്ലേ. രണ്ടാമത്തെ കയർ വലിച്ചു കൊടുത്തു കഴിഞ്ഞാൽ താഴെ ഇറങ്ങി വരും അല്ലേ. ഓക്കെ. ഈ ലെവലിൽ വെച്ചിട്ട് പെട്ടെന്ന് പരിപാടി അല്ലേ. കട്ട് ചെയ്യും. പിന്നെ തേയ്മാനം വരുന്നത് ഇതാ ഈ റിങ്ങിന്റെ ബുഷ് കണ്ടില്ലേ 2 ഒരു റബ്ബർ ബുഷ്. റബ്ബർ ബുഷ് കുറെ കഴിയുമ്പോൾ ഇതിങ്ങനെ മുകളിൽ കയറി ഇറങ്ങുന്നതിനനുസരിച്ച് മാറ്റിയിട്ട് കൊടുക്കാം. അതേമാതിരി ഈ റബ്ബറിന് തേയ്മാനം വരുമ്പോൾ മാറ്റിയിട്ട് ഇത് നമുക്ക് പുറത്തുനിന്ന് വാങ്ങിക്കാൻ കിട്ടൂല്ലേ. പുറത്തുനിന്ന് വാങ്ങാൻ കിട്ടും. ഞങ്ങൾ ഇവിടുന്ന് അയച്ചും തരും. ഈ റബ്ബറും കുറെ കഴിയുമ്പോൾ മാറ്റി കൊടുത്താൽ ഇത് ഒരുപാട് കാലം പോലെ കുറെ കാലം കിട്ടും. ടയറിന്റെ ഒക്കെ പോലുള്ള മെറ്റീരിയൽ അല്ലേ. ഇതാണ് പെയ്യുമ്പോൾ പിന്നൂരിട്ടൊന്ന് ജസ്റ്റ് മാറ്റി കൊടുക്കാം. ഈ മെഷീൻ നല്ല രീതിയിൽ പരിചയമായി കഴിഞ്ഞാൽ ഒരു 3 മിനിറ്റിനുള്ളിൽ നമുക്ക് കുറച്ച് സ്ഥിരമായി ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് ചെയ്യാൻ പറ്റും.
ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരു 3 മിനിറ്റിനുള്ളിൽ അടക്ക പറിച്ചിറക്കാം. 3 മിനിറ്റ് കൊണ്ട് തന്നെ ചെയ്യാൻ പറ്റൂല്ലേ? ഈ മെഷീൻ 1 വർഷം വാറണ്ടി ഉണ്ട്. വാറണ്ടി കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിൽ തേയ്മാനം വരുന്ന പാർട്ട് എന്ന് പറഞ്ഞത് ഒന്ന് റിങ്, ഈ റബ്ബറിന്റെ പാർട്ട് തേയ്മാനം വരുമ്പോൾ താഴെയുള്ള ഈ റബ്ബറും മാറ്റി കൊടുക്കുക. പിന്നെ മെയിൻ്റനൻസ് എന്ന് പറയുന്നത് ഇതിനൊന്ന് ഗ്രീസ് ഇട്ട് കൊടുക്കുക. ഗ്രീസ് ഇട്ട് കൊടുക്കുക. പിന്നെ ഈ പുള്ളി കുറച്ച് കഴിയുമ്പോൾ ഒന്ന് ഓയിൽ ഇട്ട് കൊടുക്കുക. അത്രേ വരുന്നുള്ളൂ. ഈ പറിച്ചു കഴിഞ്ഞാൽ ഈ ഷാർപ്നെസ് ഉള്ള ഭാഗം തുടച്ചിട്ട് ഗ്രീസ് ഇട്ട് വെക്കണം. ഗ്രീസ് ഇട്ട് അല്ലെങ്കിൽ റസ്റ്റ് വരും. അഥവാ ഇനി മൂർച്ച കുറവ് വരുമ്പോ അരം കൊണ്ടൊന്ന് രാവി കൊടുത്താൽ അത്ര ഇതിന് വരുന്നുള്ളൂ അല്ലേ? പിന്നെ ഇത് എവിടെയെങ്കിലും ലോക്കായി വലിഞ്ഞാൽ ഇത് പൊട്ടിപ്പോവും. ഈ ബോളിന്റെ സാധനം ഇത് പൊട്ടിയാൽ ഒന്ന് ബോക്സിൽ എക്സ്ട്രാ ഉണ്ടാവും. ഈ ബോൾ എടുത്തു വെക്കുക. അതേമാതിരി ഇത് നമുക്ക് എവിടെ നിന്നാണെങ്കിലും വാങ്ങിക്കാൻ കിട്ടുമല്ലോ അല്ലേ? വാങ്ങിക്കാൻ കിട്ടുമല്ലോ. വേറെ ഇതിന് കംപ്ലൈന്റും കാര്യങ്ങളൊന്നും വരാനില്ല. വേറെ കംപ്ലൈന്റ് ഒന്നുമില്ല. സ്റ്റാർട്ടിംഗിൽ ഒന്ന് പഠിക്കണം എന്ന് മാത്രം. 4-5 കഴിഞ്ഞ് ചെറുതിന് കയറ്റിയിട്ട് ഒന്ന് പറിച്ചു പഠിക്കാം. സംശയം പിന്നെ നമുക്ക് നമ്മൾ തന്നെ പറഞ്ഞു കൊടുക്കൂല്ലേ? ഫിറ്റിംഗ്സും വീഡിയോസും എല്ലാം കാര്യങ്ങളെല്ലാം ചെയ്ത് കൊടുക്കൂല്ലേ? നമ്മൾ കൊറിയർ ആയിട്ട് അയച്ചു കൊടുക്കുന്നുണ്ട്. എങ്ങനെ വരുന്നത്? അയച്ചു കൊടുക്കും. ഓക്കെ. ഇവരുടെ സ്വന്തം മാനുഫാക്ചറിംഗ് യൂണിറ്റിലാണ് ഇത് തയ്യാറാക്കി എടുക്കുന്നത്. ഏകദേശം ഒരു 10,000 രൂപ ഉണ്ട് ഇതിന്റെ പ്രൈസ് വരുന്നത്. 10,000 രൂപക്ക് നമുക്ക് ഒരുപാട് മാൻ പവർ, അതായത് ഒരുപാട് കൂലി കുറക്കാൻ പറ്റും. നമുക്ക് ഒരു കഴുങ്ങിൽ കയറി അടക്ക പറിക്കാനായിട്ട് ജസ്റ്റ് 3 മിനിറ്റേ വരുന്നുള്ളൂ. വലിയ തോട്ടമൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഒരുപാട് കഴുങ്ങില് നമ്മളെ കൊണ്ട് എത്ര ചെയ്യാൻ പറ്റും അത്രയും ഏകദേശം 3 മിനിറ്റ്, മാക്സിമം 5 മിനിറ്റ് ആണ് ഒരു കഴുങ്ങിൽ കയറിയിട്ട് അടക്ക പറിക്കാനാവുള്ളൂ. ഇവരുടെ സ്ഥാപനം ഉള്ളത് നമ്മുടെ കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ അടുത്ത് മായനാട് എന്ന് പറയുന്ന സ്ഥലത്താണ് ഇവരുടെ മാനുഫാക്ചറിംഗ് യൂണിറ്റ് ഉള്ളത്. ഞാൻ ഇവരുടെ കോൺടാക്ട് നമ്പറും കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തു. ഇവരുടെ സ്ഥാപനം ഉള്ളത് കോഴിക്കോട് മായനാട് എന്ന് പറയുന്ന സ്ഥലം. പ്രഗാടെക് എന്ന് പറയുന്ന സ്ഥാപനമാണ്. പേയ്മെന്റ് കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ഇവർ കൊറിയർ ആയിട്ട് അയച്ചു. അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇവരെ വിളിച്ചാൽ മതി. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇത് എങ്ങനെയാണ് കഴുങ്ങിൽ ഫിറ്റ് ചെയ്യുന്നത്, അതല്ലെങ്കിൽ ഇതിന്റെ ചെറിയൊരു ഫിറ്റിംഗ് വരുന്നുണ്ട്, അതെങ്ങനെ ചെയ്യാന്നുള്ളതിന്റെ കറക്റ്റ് വീഡിയോ ഇവർ നമുക്ക് വാട്സപ്പിൽ അയച്ചു തരും.